നമുക്കിതൊന്ന് വീട് വൃത്തിയാക്കിയാലോ? വായോ. ചെറിയ ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് നാളായിട്ടൊന്ന് റൂമിനകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നല്ല, ഒന്ന് മാറാലയൊക്കെ അടിച്ചിട്ട് ഭയങ്കര പൊടിയായിരുന്നു. അപ്പോൾ വൈകിട്ട് പുകയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കംപ്ലീറ്റ് മാറാലയും പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. റോഡ് സൈഡിലും കൂടെ ആയതുകൊണ്ട് പിന്നെ എപ്പോഴും പൊടിയാണ് വീട്ടിൽ. എനിക്കാണെങ്കിൽ പൊടി തീരെ പറ്റാത്ത ആളാണ് കേട്ടോ. ഈ വൃത്തിയാക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ OCD എന്നുള്ള അസുഖം വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വൃത്തിയാക്കാൻ എനിക്ക് കംപ്ലീറ്റ് വൃത്തിയാക്കണം. മുക്കും മൂലയും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി വൃത്തിയാക്കും. പിന്നെ റൂമിൻ്റെ പൊസിഷൻസ് എനിക്ക് എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി ഇരിക്കണം. കട്ടിലാണെങ്കിലും ശരി, എനിക്ക് ഈ ഒരു സൈഡ് തന്നെ കട്ടിലിട്ട് കിടക്കുക എനിക്കത് പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഓരോ വട്ടം ഇങ്ങനെ മാസത്തിൽ 2 വട്ടം ആ വീട്ടിൽ എൻ്റെ കലാവിരുദ്ധ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഞാൻ വായിച്ച എൻ്റെ ബുക്സാണ്. പിന്നെ ഇതെൻ്റെ ഓട്ടോഗ്രാഫ്, എൻ്റെ 10ലെ ഓട്ടോഗ്രാഫ് കേട്ടോ. ചില മെമ്മറീസൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതിലൊരു മെമ്മറിയാണിത്. എൻ്റെ ഗുഡ് മെമ്മറീസും ബാഡ് മെമ്മറീസും ഒക്കെ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. ഇതെല്ലാം ഞാൻ വായിച്ച ബുക്കുകളെല്ലാം ഞാൻ എപ്പോഴും അടുക്കി പറക്കി വെക്കും. കാര്യം ബുക്സൊക്കെ എപ്പോഴും നീറ്റാക്കി വെക്കണം. അതിങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ. ഇത് മക്കളുടെ റൂമാണ്. അപ്പോൾ രാവിലെ അവരുടെ റൂമിൻ്റെ ജനലൊക്കെ തുറന്നിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾ എന്തിനാണ് ഒറ്റയ്ക്ക് കിടത്തുന്നതെന്ന്. കുഞ്ഞു മക്കളല്ലേ. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക. അവരുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആ റൂമിനകത്താകുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ്. നമ്മുടെ കൂടെ കിടത്തി മാത്രം ശീലിപ്പിക്കുന്നത് എന്തോ എനിക്കത്ര ഇഷ്ടമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്ത് തന്നെ നമ്മൾ വളർത്തണം. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് താഴെ മെൻഷൻ ചെയ്തേക്കുക. പിന്നെ ആ കാണുന്ന എല്ലാം എൻ്റെ പിക്ചേഴ്സാണ്, ഞാൻ വരയ്ക്കുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വട്ടുകളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ പൊസിഷൻസ് അവരുടേതും ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഒരിക്കലും അവരുടേതായാലും ശരി, എൻ്റെ റൂമിലെ ശരി, എപ്പോഴും ഒരേപോലെ ഞാൻ ഇടാറില്ല. ഇതാണ് അവരുടെ റൂം. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ എല്ലായിടും തൂത്ത് വാരിയ ശേഷം ഞാൻ തുടച്ചത്. കാര്യം റോഡ് സൈഡിലായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പൊടി അടിച്ചു കയറും. എനിക്കാണെങ്കിൽ പൊടി തീരെ പറ്റത്തില്ല. തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വിമ്മിഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും തൂത്ത് വാരി തുടച്ച് തന്നെ ഇടും. എനിക്ക് പറ്റാത്ത ദിവസങ്ങളിൽ മോള് തൂത്ത് വാരി ഇടും. അപ്പോൾ ആദ്യം അവരുടെ റൂമെല്ലാം ചെയ്ത് ഹാള് തുടച്ച ശേഷം ഞാൻ എൻ്റെ റൂമിലോട്ടാണ് പോയത്. എൻ്റെ റൂമിലെല്ലായിടവും ഞാൻ തുടച്ചെല്ലാം എടുത്ത ശേഷം എനിക്ക് റൂം സ്പ്രേ അടിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര മസ്റ്റാണ്, തുടച്ച് കഴിഞ്ഞ് റൂം സ്പ്രേ അടിക്കണം. അതിന് ഭയങ്കര കാംനെസ് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് റൂം സ്പ്രേ എല്ലാം അടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കും, ഭയങ്കര ഫ്രഷ്നെസ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.